അറ്റ്ലീസ്റ്റ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ കുറേ പേര് എനിക്ക് പെയിൻറ്റിങ്സ് ഒക്കെ അയച്ചു തന്നു, അത് ഞാൻ കണ്ടു, അതിനുള്ള റെസ്പോൺസ് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സജഷൻസ് ഞാൻ പറഞ്ഞാൽ നല്ല നല്ല പെയിൻറ്റിങ്സും ഉണ്ട് കേട്ടോ. ബിഗ്നേഴ്സ് ചെയ്തതാണെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പെയിൻറ്റിങ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേർക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ അയച്ചു തരിക, ഞാനത് കണ്ട് അതിൽ സജഷൻസും ഇമ്പ്രൂവ്മെൻറ്റ്സും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഇത് കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന തെറ്റ് വരുത്തിയെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ലൈറ്റിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഓൾമോസ്റ്റ് വൈറ്റ് ആക്കി വിടേണ്ടത്. അതേപോലെ ഷാഡോൻ്റെ കാര്യത്തിൽ എവിടെയാണ് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഷാഡോ വരുന്നത്, ഷാഡോ എവിടെയാണ് ഒബ്ജക്റ്റിൻ്റെ ഷാഡോ എവിടെയാണ് വരുന്നത്, അങ്ങനത്തെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നിങ്ങൾ ഇത്രയും കാലം അപ്ലോഡ് ചെയ്ത് ട്യൂട്ടോറിയൽസും പെയിൻറ്റിങ് വീഡിയോസും പെയിൻറ്റിങ് ലെസൺസും ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഷാഡോസെന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതെവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് ആദ്യം പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ ഒരു ഫ്ലവർ വേസിനെ പെയിൻറ്റ് ചെയ്യാൻ വിചാരിക്കുക. ഫ്ലവേഴ്സ് ടേബിളിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതിനൊരു ലൈവായിട്ട് ആ ഷേപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം അറിയേണ്ടത്, നമുക്ക് എവിടെയാണ് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ലൈറ്റ് വീഴുന്നതെന്ന് അറിയണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് അറിയണം, എങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് ടോൺസ് കൊടുക്കുന്നതെന്ന് അറിയണം. അതേപോലെ ഷാഡോ ഈ ഫ്ലവേഴ്സ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഷാഡോ വരുന്നതെന്ന് നമുക്കറിയണം. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം സപ്പോസ് നമ്മൾ ഫോറസ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രീസ് വരച്ചിട്ട് അതിൻ്റെ ഷാഡോ എവിടെയാണ് വരുന്നതെന്ന് അറിയണം. ഷാഡോ അതേപോലെ അത് അല്ലാണ്ട് ലൈറ്റിങ് എവിടെയാണ് നമ്മുടെ ഷാഡോൻ്റെ എവിടെ ലൈറ്റിങ് വരുന്നതെന്നാണ്. അപ്പോൾ ലൈറ്റിങ് എവിടെയാണെന്ന് അറിഞ്ഞെങ്കിൽ അതിനൊരു 3D ഇഫക്റ്റ് അല്ലെങ്കിൽ അതിന് ഒരു കുറച്ചും കൂടി ലൈഫും ഡെപ്തും ഇതൊക്കെ കൊടുക്കുള്ളൂ. ലൈറ്റ് ആൻഡ് ഷാഡോ നമ്മൾ കൊടുത്തെങ്കിൽ പെയിൻറ്റിങ്ങിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഷാഡോസ്, ഏതൊക്കെയാണ് ലൈറ്റ് വീഴുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഓരോ ഡയറക്ഷൻ്റെ ലൈറ്റ് പോകുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് വരികയെന്ന്. ലാസ്റ്റ്ലി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏത് കളറാണ് ഷാഡോ വരുന്നതെന്ന്. അപ്പോൾ അതും ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക, എവിടെയാണ് എങ്ങനെയാണ് ലൈറ്റും ഷാഡോവും കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒരു പെൻസിൽ സ്കെച്ചാണ്. ഇതിനകത്ത് നിന്നാണ് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഷാഡോസ് ആണുള്ളത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിങ്ങിൽ എവിടെ നിന്നാണ് ലൈറ്റ് സോഴ്സ് വരുന്നത്, ഏത് ഡയറക്ഷൻ നിന്നാണെന്ന്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇതിനകത്ത് നിന്ന് ടോപ്പ് റൈറ്റിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് വരുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സെൻട്രൽ ലൈറ്റ് എന്താണെന്ന്, അതായത് ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി ലൈറ്റിനെ ഫേസ് ചെയ്യുന്ന സൈഡാണ് നമ്മൾ സെൻട്രൽ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ഷെയ്ഡ് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ഓൾമോസ്റ്റ് വൈറ്റിനടുത്തേക്കുള്ള ഷെയ്ഡ് ആയിരിക്കും നമ്മൾ ചെയ്യുക. കാരണം ലൈറ്റ് ഓൾറെഡി ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന പ്ലെയിൻ ആണത്. അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് സോഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ റിഫ്ലക്ഷൻ. ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് നല്ല സ്മൂത്തും ഗ്ലേസി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ അതിൻ്റെ മുകളിൽ വരും. അപ്പോൾ അതിനാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹാഫ് ടോൺ എന്ന് പറയുന്നത് നമ്മൾ ഷാഡോവും ഈ സെൻട്രൽ ലൈറ്റ്, അതായത് അവിടെ ജസ്റ്റ് ചെറിയ ഇങ്ങനെ ഗ്രഡേഷൻ പോലെയാണ് വരിക. അപ്പം അങ്ങനെ ബ്ലെൻഡായിട്ട് വരുന്ന ആ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഏരിയയ്ക്കാണ് നമ്മൾ ഹാഫ് ടോൺ എന്ന് പറയുന്നത്. പക്ഷേ ഷാഡോയിലേക്ക് കടന്നിട്ടുള്ളതാണ്. ടെർമിനേറ്റർ എന്ന് പറയുന്നത് ഈ ഷാഡോയിലേക്ക് കടക്കാൻ പോകുന്ന ആ ഒരു ഇമാജിനറി ലൈൻ ഫോം ചെയ്യുന്ന ആ ലൈനാണ് നമ്മളെ ടെർമിനേറ്റർ. അത് കഴിഞ്ഞാൽ കോർ ഷാഡോ എന്ന് പറയുന്നത് ഈ ടെർമിനേറ്റർ, അതായത് ഈ ലൈനിൻ്റെ തൊട്ട് താഴെയുള്ള ഏരിയ, കുറച്ച് ഡാർക്കായിട്ടുള്ള ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ കോർ ഷാഡോ എന്ന് പറഞ്ഞാൽ. ഈ കോർ ഷാഡോൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് ഒരുപാടുണ്ടെങ്കിൽ കോർ ഷാഡോൻ്റെ തിക്നെസ് കുറച്ച് കുറവായിരിക്കും, കുറച്ച് ഡാർക്കോ ലൈറ്റോ അത് അതിനെ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റും അവിടുത്തെ മൊത്തത്തിലുള്ള ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഫോം ഷാഡോ എന്ന് പറയുന്നത് നമ്മളെ ടെർമിനേറ്ററും കോർ ഷാഡോയും കഴിഞ്ഞിട്ടുള്ള ബാക്കി പൊസിഷൻ. അപ്പം ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മുകളിലുള്ള ഷാഡോൻ്റെ ഏരിയ, അതായത് ലൈറ്റ് വരാത്തതിനെ കൊണ്ട് ഡാർക്കായി നിൽക്കുന്ന ഏരിയ ആണ് നമ്മളെ ഫോം ഷാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോം ഷാഡോ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ ഷാഡോൻ്റെ അത്ര ഡാർക്ക് ആയിരിക്കില്ല, കുറച്ച് ലൈറ്റായിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ സ്കെച്ചിൽ കാണാമല്ലോ, അങ്ങനെയാണ് ഫോം ഷാഡോ ഉള്ളത്. റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ ലൈറ്റ് സോഴ്സിന് ലൈറ്റ് വന്ന് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക, അതായത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക്, അതായത് ഈ സ്ഫിയറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പം അവിടെ ജസ്റ്റ് കുറച്ച് കൂടി ഷാഡോൻ്റെ കളർ കുറച്ചും കൂടി ലൈറ്റായിട്ട് വരിക, അതായത് ഫോം ഷാഡോ കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഒക്ലൂഷൻ ഷാഡോ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റ് ടേബിളിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ടേബിളിൻ്റെ മുകളിലും ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ആ സ്പേസ്, അപ്പോൾ ആ ഒരു അവിടെ വരുന്ന ഷാഡോയ്ക്ക് ഭയങ്കര കുറച്ച് നല്ല ഓൾമോസ്റ്റ് ബ്ലാക്കിനടുത്തേക്കുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. അതാണ് നമ്മൾ ഒക്ലൂഷൻ ഷാഡോ എന്ന് പറയും. അപ്പം നമ്മളെപ്പോഴും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാറ് കാസ്റ്റ് ഷാഡോ ആയിരിക്കും. കാസ്റ്റ് ഷാഡോ എന്ന് പറയുമ്പം ഈ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് എടുക്കുന്ന ഷാഡോസ്, അതായത് ഇപ്പോൾ സ്ഫിയർ ആയതിനെക്കൊണ്ട് അതിൻ്റെ ഇത് സ്ഫിയർ ആയിട്ട്, ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് എടുക്കുന്ന ആ ഷാഡോയ്ക്കാണ് നമ്മൾ കാസ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് ഷാഡോ എന്ന് പറയുന്നത് ഒക്ലൂഷൻ ഷാഡോൻ്റെ അത്ര ഡാർക്ക് ആയിരിക്കില്ല, കുറച്ച് ലൈറ്റ് ആയിരിക്കും, പക്ഷേ ഫോം ഷാഡോനെക്കാട്ടും ഡാർക്കായിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് പെനുംബ്ര എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഷാഡോയ്ക്ക് ഒരു ഡിഫൈനായിട്ട് ഷാർപ്പ് എഡ്ജ് അല്ല, ജസ്റ്റ് വന്നിട്ട് അങ്ങനെ അറ്റത്തേക്ക് വന്നിട്ട് ജസ്റ്റ് ഇതായിട്ട് മേർജ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്മഡ്ജ് ചെയ്ത ഇഫക്റ്റ് വരുന്ന ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ പെനുംബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാസ്റ്റ് ഷാഡോ എന്താണ്. അപ്പോൾ കാസ്റ്റ് ഷാഡോനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാസ്റ്റ് ഷാഡോൻ്റെ ഇതിനകത്തേക്ക് വരുന്നതെന്നുള്ളതും, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റും കാസ്റ്റ് ഷാഡോവിനെ യൂട്ടിലൈസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആംഗിളും ഡയറക്ഷനും അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇതിൽ ചേഞ്ചസ് വരുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇതുണ്ട്, നിങ്ങളിപ്പോൾ ഇതിനകത്ത് 2-3 ഷാഡോ ഉള്ളതായി തോന്നുന്നില്ല നിങ്ങൾക്ക്, മൾട്ടിപ്പിൾ ഇതുള്ളവർ. അത് തന്നെ നമ്മളെ ലൈറ്റ് സോഴ്സ് ഇപ്പോൾ ജസ്റ്റ് റൂമിൽ വെച്ചിരിക്കില്ല, അപ്പം ജനലിൽ നിന്ന് വരുന്ന ലൈറ്റ്, ട്യൂബിൻ്റെ ലൈറ്റ്, അങ്ങനെ പല ഡയറക്ഷനിൽ നിന്ന് ലൈറ്റ് വരുന്നതിനെ കൊണ്ടാണ് അങ്ങനെ 2-3 വന്നത്. ഇപ്പോൾ ഇതിനകത്ത് ലൈറ്റൊക്കെ ഓഫാക്കി ഒരൊറ്റ സോഴ്സാക്കി നിങ്ങളല്ലേ, ഒരൊറ്റ ഷാഡോയെ ഒരു ഒബ്ജക്റ്റിനുള്ളൂ. അതേപോലെ ഇരുട്ടത്ത് ഷാഡോ ഉണ്ടാവില്ല, ലൈറ്റ് വരുമ്പോൾ ലൈറ്റ് തടയുന്നതിനെ കൊണ്ടാണ് ഷാഡോ ക്രിയേറ്റഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഷാഡോ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇത് ഡയറക്റ്റ് അതിൻ്റെ ബാക്കിലാണ് ലൈറ്റ് സോഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റ് എവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഷാഡോ വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതിപ്പം താഴെ അതിനടുത്തും കുറച്ചും കൂടി ഇതായതിനെ കൊണ്ട് അത്യാവശ്യം നല്ല വലുതാവും. അത് പൊങ്ങുന്നതിനനുസരിച്ച് ഷാഡോ ചെറുതായി വന്നിട്ട് കറക്റ്റ് അതിൻ്റെ ടോപ്പിലാവുമ്പോൾ, ലൈറ്റ് സോഴ്സ് കറക്റ്റ് അതിൻ്റെ ടോപ്പിലാവുമ്പോൾ ഷാഡോ ഇല്ലാതെയാവും. കണ്ടോ, അപ്പോൾ ഇപ്പോൾ ഷാഡോനെ തീരെ കാണാനില്ല, ജസ്റ്റ് ആ ഒബ്ജക്റ്റുമായിട്ട് കറക്റ്റ് മേജ് ചെയ്ത്. ഇതിപ്പം കറക്റ്റ് ലൈറ്റ് സോഴ്സ് ഒബ്ജക്റ്റിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് താഴെ എത്തി ആ ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യുമ്പം കണ്ടോ, ഷാഡോ ഓൾമോസ്റ്റ് നൈസായിട്ട് മേജായി പോവുകയാണ് ചെയ്തത്. നമ്മൾ കുറച്ചൊരു ആംഗിളിൽ പിടിക്കുമ്പോൾ ആണ് ഷാഡോ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പല വ്യൂസ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നമ്മളിപ്പുറത്തെ സൈഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലോ, ഷാഡോ ഏത് സൈഡിലേക്കാണ് വരുന്നത്, എവിടെ ലൈറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിലേക്കാണ് ഷാഡോ വരുന്നത്. ഈ സപ്പോസ് അസ്യൂം ചെയ്യാം നമ്മളെ ഒബ്ജക്റ്റ് ഇപ്പം എവിടെയും സൈഡിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാത്തതല്ലേ നമ്മൾ നോക്കിയേ. ഇനി സൈഡിൽ ഒരു വോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡോ ഉണ്ടോ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഷാഡോ പോയിട്ട് വരുന്നത് ഈ വോളിൻ്റെ മുകളിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഇവിടെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇവിടെ കണ്ടുകൂടെ, ഷാഡോ പോയി റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ വാളിൻ്റെ മുകളിലേക്കാണ്. അത് അപ്പോൾ നമ്മൾ ലൈറ്റ് അതിനെ അടുപ്പിക്കുന്നതിനനുസരിച്ച് ഷാഡോ വലുതാവും, ലൈറ്റ് ദൂരത്തേക്ക് ആക്കുന്നതനുസരിച്ച് ഷാഡോ ചെറുതാവും. അത് കഴിഞ്ഞ് എന്തായിരിക്കും ഷാഡോൻ്റെ കളറെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാഡോൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മളിത് ഈ ഷാഡോ വരുന്ന സർഫസില്ലേ, ഇപ്പം ബ്ലൂ ആണെങ്കിൽ അത് ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സാണ് എടുക്കുക, അല്ലാതെ ഒബ്ജക്റ്റിൻ്റെ മുകളിലുള്ള കളറോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഏത് സർഫസിലേക്കാണ് ഷാഡോ അടിക്കുന്നത് ആ കളറാണ് അത് നമ്മൾ കൊടുക്കുക. മോസ്റ്റ്ലി കൂൾ ടോൺസ് ആണ് ഷാഡോസിന് കൊടുക്കുക. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ലൈറ്റ് അടിക്കുന്നത് വാം ആണെന്നുണ്ടെങ്കിൽ കൂൾ ഷാഡോസ് അടിക്കും, കൂൾ ലൈറ്റാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ
വാം ഷാഡോസ് കൊടുക്കും, നമുക്ക് അങ്ങനെയും കൊടുക്കാം. അതേപോലെ നമുക്ക് കോംപ്ലിമെൻ്ററി കളേഴ്സും കൺസിഡർ ചെയ്യാം ഷാഡോസിന്. അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ. കോംപ്ലിമെൻ്ററി കളേഴ്സിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സ്, അതായത് ഡൾ കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷാഡോസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഷാഡോവും ലൈറ്റും എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ.